അപ്പോൾ വന്ന് കണ്ടതിൽ വളരെ സന്തോഷം. ഇന്ന് ഞാൻ ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത് ട്രിപ്പിൾ ക്രോഷയാണ്. അപ്പോൾ ഇതിന് മുൻപത്തെ വീഡിയോ പാർട്ട് 1ഉം പാർട്ട് 2ഉം എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ ഞാൻ ലൂപ്പും സിംഗിൾ ക്രോഷയും ഹാഫ് ഡബിൾ ക്രോഷയും ഡബിൾ ക്രോഷയും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ട്രിപ്പിൾ ക്രോഷയാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണെന്ന്. ആദ്യം നമ്മൾ സാധാരണ പോലെ തന്നെ ലൂപ്പ് ചെയ്യാം. ലൂപ്പ് ചെയ്തു. ഇനി നമ്മൾ ചെയിൻ ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 ചെയിൻ ചെയ്തു. ഇനി നമ്മൾ ഒരു ട്രിപ്പിൾ ക്രോഷേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ട്രിപ്പിൾ എന്നുള്ള പേര് പോലെ തന്നെ അതിൽ 3 പ്രാവശ്യമാണ് നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്യണ പോലെ നമ്മൾ 3 പ്രാവശ്യമാണ് ട്രിപ്പിൾ ക്രോഷേ ചെയ്യുമ്പോൾ നമ്മൾ യാണിൻ്റെ ചെയിൻ നീഡിൽ നിന്ന് നമ്മളെ യാണമ്മലേക്ക് മാറ്റുക. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഈ 10 ചെയിൻ ഉള്ളപ്പോൾ ഇനിയൊരു ട്രിപ്പിൾ ക്രോഷേ ആണ് ഇതിൻ്റെ മുകളിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു 3 ചെയിൻ ചെയ്യണം. 1 2 3. അല്ലെങ്കിൽ ഇതിലുള്ള ചെയിൻ നഷ്ടപ്പെടും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് 3 ചെയിൻ ചെയ്യാം. അതിനുശേഷം ഇപ്പോൾ 10 ട്രിപ്പിൾ ക്രോഷേ ചെയ്യണമെങ്കിൽ 13 ചെയിൻ ചെയ്യണം. ഇനി 2 പ്രാവശ്യം ഞാൻ നീഡിലിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. എന്നിട്ട് ഈ 1 2 3 നമ്മളിപ്പോൾ ചെയ്ത 3 ചെയിൻ വിട്ടിട്ട് ബാക്കിലേക്ക് 4ാമത്തെ ചെയിനിൽ നീഡിൽ കടത്തിയിട്ട് യാൺ വലിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ യാൺ നീഡിലിൻ്റെ മുകളിൽ 4 ചെയിനുണ്ട്. ക്ലിയറായി കാണുമെന്ന് വിചാരിക്കുന്നു. 1 2 3 4 ചെയിൻ. പിന്നെ നീഡിലിൻ്റെ മുകളിലേക്ക് ഒന്നും കൂടി യാൺ വെച്ചിട്ട് ആദ്യത്തെ 2 ചെയിനിൽ കൂടെ മാത്രം ആദ്യം വലിച്ചെടുക്കുക. അപ്പോഴും നമ്മുടെ ഇനിയും 3 ചെയിനുണ്ട്. ബാക്കി 3 ചെയിനുണ്ട്. ഇനി ഒന്നും കൂടി ഞാൻ മുകളിലേക്ക് വെച്ചിട്ട് അടുത്ത 2 ചെയിനിൽ കൂടെ വലിച്ചെടുക്കുക. ഇപ്പം ഇനി 2 ചെയിനുണ്ട്. ഇനി ഒന്നും കൂടി ഞാൻ മുകളിലേക്ക് വെച്ചിട്ട് അടുത്ത 2 ചെയിനിൻ്റെ മുകളിൽ കൂടെ എടുക്കുക. അപ്പോൾ ഇതാണ്, അതായത് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും 1 2 3. ഇവിടെ നമ്മൾ വിട്ട 1 2 3 ചെയിൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതായത് 2 പ്രാവശ്യം ഞാൻ നീഡിലിൻ്റെ മുകളിലേക്ക് വയ്ക്കുക, വലിച്ചെടുക്കുക. അതിനുശേഷം ഞാൻ ഒന്നുകൂടി ഇങ്ങനെ മുകളിലേക്ക് നീഡിലിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ആദ്യത്തെ 2 ചെയിൻ്റെ മുകളിൽ കൂടെ, പിന്നെ ഞാൻ ഒന്നും കൂടി മുകളിലേക്ക് വെച്ചിട്ട് അടുത്ത 2 ചെയിൻ്റെ മുകളിൽ കൂടെ, പിന്നെ ഞാൻ ഒന്നും കൂടി മുകളിൽ വെച്ചിട്ട് അടുത്ത 2 ചെയിൻ്റെ മുകളിൽ കൂടെ. ഇങ്ങനെ ഇരിക്കാൻ ട്രിപ്പിൾ ക്രോഷേ. അപ്പോൾ ഇത് ഫിനിഷ് ചെയ്യാം. ഒന്നും കൂടിയും പറയാം. ഞാൻ 2 പ്രാവശ്യം ഞാൻ നീഡിൽമേ ചുറ്റുക, എന്നിട്ട് ചെയിൻ്റെ ഉള്ളിലേക്ക് പോവുക, ഞാൻ വലിച്ചെടുക്കുക, ഞാൻ ഒന്നുകൂടി നീഡിലിൻ്റെ മുകളിലേക്ക് ചുറ്റുക, ആദ്യത്തെ 2 ചെയിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം വലിച്ചെടുക്കുക, പിന്നെയും 3 ചെയിൻ ബാക്കി ഉണ്ടാവും. ഒന്നും കൂടി ഞാൻ മുകളിലേക്ക് ചുറ്റുക, അടുത്ത 2 ചെയിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക, ഒന്നും കൂടി ഞാൻ ചുറ്റുക, അടുത്ത 2 ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. ഒന്നുകൂടി കാണിക്കാം. രണ്ട് പ്രാവശ്യം നീഡിൽ കൊണ്ട് യാൺ വലിച്ചെടുത്തു. അപ്പം 4 ചെയിനായി. യാൺ ഒരു പ്രാവശ്യം കൂടി നീഡിലിൻ്റെ മുകളിൽ ചുറ്റി ആദ്യത്തെ 2 കൂടെ വലിച്ചെടുത്തു, ഒന്നും കൂടി ചുറ്റി അടുത്ത 2 കൂടെ വലിച്ചെടുത്തു, ഒന്നും കൂടി ചുറ്റി അടുത്ത 2 കൂടെ വലിച്ചെടുത്തു. 2 പ്രാവശ്യം ചുറ്റുക, വലിച്ചെടുത്തു, ആദ്യത്തെ 2 കൂടെ അടുത്ത 2 കൂടെ അടുത്ത 2 കൂടെ 2 പ്രാവശ്യം ചുറ്റി വലിച്ചെടുത്തു. 4 ഉണ്ട്. ആദ്യത്തെ 2 കൂടെ വലിച്ചെടുത്തു, ചുറ്റി അടുത്ത 2 കൂടെ വലിച്ചെടുത്തു, ചുറ്റി അടുത്ത 2 കൂടെ വലിച്ചെടുത്തു. ലാസ്റ്റ് 1
കഴിഞ്ഞു. ഇതെന്ന് നോക്കിയാൽ ഇതാണ് ട്രിപ്പിൾ ക്രോഷേ. അത്ര ക്ലിയർ അല്ല, ഗ്ലെയർ ഉണ്ട്. ഇതാണ് ട്രിപ്പിൾ ക്രോഷേ. അപ്പോൾ ഒരു ലൂപ്പും ചേഞ്ച് ചെയ്യാനും അതേപോലെ തന്നെ സിംഗിൾ ക്രോഷയും ഹാഫ് ഡബിൾ ക്രോഷയും ഡബിൾ ക്രോഷയും ട്രിപ്പിൾ ക്രോഷയും ഇത്രയും സ്റ്റിച്ചസ് ക്രോഷയുടെ അറിയുന്ന ഒരു വ്യക്തിക്ക് ഏത് പ്രൊജക്റ്റും ഒരുവിധപ്പെട്ട പ്രൊജക്റ്റുകളും ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ടുള്ള ക്രോഷയിൽ മെയിനായിട്ടുള്ള സ്റ്റിച്ചസ്. ലൂപ്പ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ലൂപ്പ് പാർട്ട് 1 വീഡിയോയിലുണ്ട്. അതേപോലെ പാർട്ട് 2-ലും അതൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ചെയിൻ ചെയ്യാൻ, അതേപോലെ തന്നെ സിംഗിൾ ക്രോഷേ ചെയ്യാൻ, ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാൻ, ഡബിൾ ക്രോഷേ ചെയ്യാൻ, ഇപ്പോൾ ഇത് ട്രിപ്പിൾ ക്രോഷേ ചെയ്യാൻ. അപ്പോൾ ഇത്രയും അറിയുന്ന വ്യക്തികൾക്ക് അത്യാവശ്യം സ്വെറ്ററും തൊപ്പിയും ഷോളും പിന്നെ മറ്റ് ഏതൊക്കെ തരത്തിലുള്ളതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കണോ അതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇത്രയും സ്റ്റിച്ചുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഈ മെയിനായിട്ടുള്ള സ്റ്റിച്ചസിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണത്. ഇനി ഞാൻ സ്പെഷ്യൽ സ്റ്റിച്ചസ് അടുത്ത വീഡിയോകളിൽ ഓരോ സ്റ്റിച്ചസായിട്ട് ഇടാം. അപ്പോൾ താങ്ക് യു സോ മച്ച്.